നമ്മുടെ മുഫ്തി മെങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള പല സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്താറുണ്ട്. പുള്ളിയെ സവിശേഷമായി ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായി, ഏതെങ്കിലും ഒരു സുന്നി അല്ലെങ്കിൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് എന്നൊന്നും പറഞ്ഞ് ആരും പറയാറില്ല. പറയാതിരിക്കുന്നതിന് കാരണം അദ്ദേഹം കേരളത്തിൽ ജനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇന്ന് ഞാനൊരു ഏതോ ഒരു ഫുട്ബോളർ ഇസ്ലാം മതം സ്വീകരിച്ചു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രേരണയായി എന്ന് പറഞ്ഞൊരു വീഡിയോ കാണുകയുണ്ടായി. ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, സ്വീകരിച്ച ആളിൻ്റേത്. ഏതായാലും അവർ രണ്ടുപേരും കൂടി വെച്ചിട്ടുള്ള ഒരു വാർത്തയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനല്ല വന്നത്. ഈ പണ്ഡിതന്മാർ പണ്ഡിതോചിതമായി സംസാരിക്കുമ്പോൾ കലർപ്പില്ലാതെ ചില നിലപാടുകൾ കാലത്തോട് ചേർത്ത് വെച്ച് സംസാരിച്ചു പോകുന്നതിലുള്ള ഒരു ഭംഗിയുണ്ട്. ഈ എല്ലാ സംഗതികൾക്കും പിന്നിൽ ജനത്തെ അറിയിക്കേണ്ട ഒരു കണ്ടൻറ്റ് എല്ലാ വാർത്തയ്ക്കകത്തും കാണും. നമ്മളിപ്പോൾ വെറുതെ ഒരു വാർത്ത കണ്ടു, അത് വെച്ചൊരു കോമഡി ഷോ ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് പ്രതീക്ഷിക്കുന്ന ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തുകയില്ല. മറിച്ച് അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചില സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇടയ്ക്ക് ഞാനൊരു ദിവസം അർജൻറ്റീനയും കാബോ വെർദയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ കാബോ വെർദയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഞാൻ അന്നാണത് പഠിക്കുന്നത്. ഈ കാബോ വെർദെ എന്ന് എൻ്റെ മോൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തെടുത്ത് 2-3 തവണ ചോദിച്ചു. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരിടമായതുകൊണ്ട് അടുത്ത ദിവസം രാവിലെ തന്നെ കാബോ വെർദെ എന്താണെന്ന് പഠിക്കാൻ ഞാനൊരു ശ്രമം നടത്തി. അങ്ങനെ പഠിച്ചാണ് അത് അവതരിപ്പിച്ചത്. അത് കേട്ട ചിലരൊക്കെ, ഞാൻ ഈ മലപ്പുറത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ എന്നെ കാണാൻ കണ്ടവർ ചിലരത് പറയുകയുണ്ടായി, ഞങ്ങൾ ഇന്നത് കേട്ടതേ ഉള്ളൂ, നല്ല അറിവായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വ്യൂസൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും, അതിനകത്തൊരു കത്തിപ്പടരുന്ന ജ്വാലയൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരാൾ വളരെ മനോഹരമായി ഈ നമ്മുടെ ഫുട്ബോളിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നത് കേട്ടു. അത് വേറെ ആരുമല്ല, നമ്മുടെ അലിയാർ കാസിമി ഉസ്താദ്. വളരെ ഭംഗിയുള്ള നിരവധി ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു പ്രസംഗം. അതൊന്ന് കേൾക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, നെഹന്യാഹുവിന് കൈ കൊടുക്കൂല എന്ന് പറഞ്ഞ, പെപ്സി കുടിക്കാൻ പരസ്യമായി മൈതാനത്ത് വെച്ച് വിസമ്മതിച്ച, പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ കോച്ച് പോലും കഴിഞ്ഞ ലോകകപ്പിൽ നേരെ പകുതിക്ക് ശേഷമാണ് അവനെ ഇറക്കിയത്. അവൻ കൂടുതൽ ഗോളടിച്ച് ടോപ്പ് സ്കോറർ ആകരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ കോച്ചിന് രാജിവെക്കേണ്ടി വന്ന് ജനകീയ രോഷം കൊണ്ട്. 660 മില്യൺ ആളുകൾ വ്യൂവേഴ്സ് ഉള്ള ആളാണ്. ജനരോഷം കൊണ്ട് പക്ഷേ അയാളെ ടീമിൽ നിന്ന് മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ ഇത്തവണ കൂട്ടുകളിക്കാർ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല. ഒരു 3 സെക്കൻഡ് ഒരേ സമയം അയാളുടെ കാലുകളിൽ പന്ത് കാണുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ച. കാരണം എന്താ, സാമ്രാജ്യത്വത്തിന്റെ ഏജന്റാകാൻ വിസമ്മതിക്കുന്ന ഒരാളെ കളിക്കളത്തിൽ നശിപ്പിക്കുക. പണ്ട് നിങ്ങൾ കണ്ടില്ലേ, സൈനുദ്ദീൻ ഷെയ്ദാൻ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ, ഫ്രാൻസിന്റെ 2 ഗോളുകളും സ്വന്തം നിലയ്ക്ക് അടിച്ച് ഫ്രാൻസിനെ ലോകകപ്പ് ജയിപ്പിച്ച ആ ചെറുപ്പക്കാരൻ രണ്ടാമത്തെ ഫൈനലിലും വീണ്ടും ഫ്രാൻസിനെ ജയിപ്പിക്കാൻ സമയമായപ്പോൾ ഇറ്റലിയിലെ ഫ്രാങ്കോ മട്ടറാസി എന്ന് പറയുന്ന ഒരുത്തം പുറകെ നടന്നുകൊണ്ട് അയാളെ ചീത്ത വിളിച്ചിട്ട് അയാളുടെ പ്രകോപനത്തെ ഉത്തേജിപ്പിച്ചിട്ട് തലകൊണ്ട് അയാളെ കുത്തി താഴെയിട്ടിട്ട് അയാൾ കളിക്കളത്തിൽ നിന്ന് ഫൈനലിൽ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ, സാമ്രാജ്യത്വ വിരുദ്ധനാണെങ്കിൽ, ഇസ്രയേലിന്റെ വക്താവല്ലെങ്കിൽ അവനെ പൊറുപ്പിക്കില്ല കളിക്കളത്തിൽ പോലും എന്ന് പറയുന്ന വ്യവസ്ഥിതിയാണ് ലോകകപ്പ് നിയന്ത്രിക്കുന്നത്. പെണ്ണും കള്ളും തിമിർത്താടുന്ന അതിന്റെ പുറകെ നമ്മുടെ മക്കൾ ലോകകപ്പിന്റെയും ലഹരിയില്ല. ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ വാസ്തവത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. തൂഫാൻ ഇങ്ങോട്ടോടെ നീണ്ടുവരണം. നമ്മുടെ മക്കള് ഈ കളിയുടെയും വളരെ ചുരുക്കത്തിൽ കാലത്തോട് ചേർത്ത് വെച്ച്, കളിക്കാരനോട് ചേർത്ത് വെച്ച് ഒരു മഹത്തായ ചരിത്രം പറയുകയാണ് അലിയാർ കാസിമി ഉസ്താദ്. ഈ പറച്ചിലിൽ മാത്രമല്ല, ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ പടച്ചതമ്പുരാന് സ്തുതി, ആ പറയുന്ന വാക്കുകളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ളൊരു പണ്ഡിതൻ കൂടിയാണ്. അവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. പലതിനോടും കോംപ്രമൈസ് ചെയ്ത്, അധികാരത്തോട്, സമ്പത്തോട്, മറ്റ് പല കാര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്ത് ഒരുപാട് വിഗ്രഹങ്ങൾ ഉടയുന്ന കാലത്ത് അലിയാർ കാസിമി തൻ്റെ നിലപാട് പറഞ്ഞങ്ങനെ പോവുകയാണ്. ആ മനോഹരമായ പ്രസൻറ്റേഷൻ, അതിൻ്റെ ഒരു സന്ദേശം, അത് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ട് പങ്കുവച്ചതാണ്.